തുറക്കുന്നില്ല ഗുരുജി. ആ ശരി. ഗുരുജിയാ? ഗുരുജി എന്തിനാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? ആ ഗുരുജി നമസ്കാരം. കുഞ്ഞെവിടെയാ? ഞാൻ ഡ്രൈവിംഗിലായിരുന്നു ഗുരുജി. എന്താ? ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ആ പറഞ്ഞോളൂ. കുഞ്ഞെത്രയും വേഗം ആശ്രമം വരെ ഒന്ന് വരണം. എന്താ ഗുരുജി? കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വേഗം വരിക, അത്യാവശ്യമാണ്. ശരി ശരി ഗുരുജി. ഞാൻ വന്നേക്കാം. ശരി. എന്താ ചെയ്യാ? നന്ദനെ വിളിക്കാം. നന്ദന, ഗുരുജി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് എന്തോ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, നീ ആ ജോസേട്ടന്റെ വണ്ടിയിലെ എയർപോർട്ടിൽ എന്ന് അച്ഛനൊന്ന് പിക്ക് ചെയ്യേ. ഞാനേ ആശ്രമത്തിലേക്ക് ഒന്ന് പോവാം. സീരിയസ് ആയിട്ടുള്ള എന്തോ മാറ്ററാന്ന് തോന്നുന്നു. ഓക്കെ. ശരി. ഓക്കെ. അപ്പൊ നീ സൂക്ഷിച്ചോണേ. ഓക്കെ, ബൈ ബൈ ബൈ. താങ്ക് യു. ഇറങ്ങിയോ? ഇല്ല, കസ്റ്റംസ് ക്ലിയറൻസിന് എന്തായാലും 1/2 മണിക്കൂർ എടുക്കും. നീ എന്തായാലും ധൃതി വയ്ക്കേണ്ട സമയമുണ്ട്. ഞാൻ ആശ്രമത്തിലെത്തി. ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ, ശരി. ഭയങ്കര മഴ അല്ലേ? അല്ല, എന്താ ഗുരുജി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? പറയാം. ശിവരാമൻ തിരിച്ചെത്തിയോ? അല്ല, അച്ഛൻ വന്നോണ്ടിരിക്കുക. ഞാൻ അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാ ഗുരുജി അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. അതുകൊണ്ട് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ നന്ദനെ അയച്ചു. എന്താ ഗുരുജി, കാര്യം പറയൂ. അഖില ഇന്നലെ രാത്രിയിൽ ഇവിടെ കയറി വന്നു. വീട്ടിൽ പോകുന്നില്ല, വിശ്രമിക്കാൻ ഒരു മുറി വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ആ മുറിയിൽ കയറി വാതിലടച്ചു. ശിഷ്യൻ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. രാവിലെ ശിഷ്യൻ ചെന്ന് വിളിച്ചിട്ടും പിന്നെ ഞാൻ പോയി വിളിച്ചിട്ടും അഖില വാതിൽ തുറക്കാനോ ഭക്ഷണം കഴിക്കാനോ കൂട്ടാക്കുന്നില്ല. ഗുരുജി, അല്ല, അമ്മ ഇപ്പൊ എവിടെ? വരും. ഈ മുറിയിലാണ് അഖില ഉള്ളത്. കുഞ്ഞൊന്ന് വിളിച്ചു നോക്കൂ. അമ്മേ, 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 വാതിൽ തുറക്ക്. ഇത് ഞാൻ അരവിന്ദാ. അമ്മേ, വാതിൽ തുറക്കമ്മേ. അമ്മേ,
ഗുരുജി വാതിൽ തുറക്കുന്നില്ലല്ലോ, എന്താ ചെയ്യാ? ഞാനൊന്നുകൂടി ശ്രമിക്കാം. അഖില, അഖില വാതിൽ തുറക്കൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമില്ലേ? അഖില, അഖില വാതിൽ തുറക്കൂ. ഗുരുജി, അച്ഛൻ വന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അതെ, അതാണ് അതിന്റെ ശരി. ആ നന്ദന എത്തിയോ? ആ അത് ശരി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, അച്ഛനെയും കൂട്ടി നീ ഗുരുജിയുടെ ആശ്രമത്തിലേക്ക് വാ. ആ അമ്മ ഇവിടെ ഉണ്ട്. ഞാനെല്ലാം വന്നിട്ട് പറയാം. ആ ശരി, ഓക്കെ. എന്താ എന്തായി കുഞ്ഞെ? അച്ഛനും നന്ദനയും കൂടി ഇപ്പൊ വരും ഗുരുജി. ഞാന് ഒന്നുകൂടി ഒന്ന് വിളിച്ചിട്ട്. എന്താ തൃച്ചംബരത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഇല്ല, പഴയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല. അത് ആനന്ദമായിട്ട് ബ്രോയും ഞാനൊക്കെ ദാസേട്ടന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളായിട്ട് ഓടി നടക്കല്ലായിരുന്നു ഗുരുജി. എന്തായാലും അഖിലയ്ക്ക് സാരമായ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു കുഴപ്പം പോലെ, നിർവചിക്കാനാകാത്ത എന്തോ ഒരാപത്ത് മനസ്സിൽ കിടന്നിങ്ങനെ ചുഴികുത്തുന്നു. എന്താ ഗുരുജി? എന്താണെന്നറിയില്ല അരവിന്ദ്. ഒന്നും വിശദീകരിച്ചു പറയാനാകാത്തൊരവസ്ഥ. ഗുരുജി, തൃച്ചംബരത്തു നിന്നും ശിവരാമകൃഷ്ണൻ വരുന്നുണ്ട്. സ്വാമിജി താഴെ ഉണ്ടാവണം. ശരി ഗുരുജി. അങ്കിളിനെ കൂടെ വിളിക്കാം. ആ ശരി, കയറിക്കോളൂ. ആ ഇറങ്ങിക്കോളൂ. കാലം തെറ്റിയൊരു മഴ, എന്താന്നറിയില്ല. ഗുരുജി അകത്തുണ്ട്, വരൂ. വന്നോളൂ. അച്ഛാ, എന്താ ഗുരുജി പ്രശ്നം? ഒന്നും അറിയില്ല. ഇന്നലെ രാത്രിയിൽ അഖില ഒരു ബാഗുമായി ആശ്രമത്തിൽ കയറി വന്നു. മനസ്സിന് നല്ല സുഖമില്ല, ആശ്രമത്തിൽ വിശ്രമിക്കണമെന്ന് പറഞ്ഞു. ശിഷ്യൻ മുറി ഒരുക്കി കൊടുത്തു. ഇന്നിപ്പോ രാവിലെ വിളിച്ചിട്ട് അഖില പുറത്തേക്ക് വരുന്നില്ല. എവിടെയാ ഉള്ളത്? ദാ ഈ മുറിയിലാണ്. അഖില, അഖില വാതിൽ തുറക്ക്.
ഞാനാ. അഖില നീ വാതിലോർക്ക്. അഖില വാതിലോർക്കാൻ. അഖില എന്താ ഇത്? എനിക്ക് എന്ത് പറ്റി? എന്താ ഇതൊക്കെ? നീ സന്യാസം സ്വീകരിച്ചോ? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനാ എല്ലാവരും എങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ തൃച്ചംബരത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്തിനാ? മനസ്സിന് ശാന്തിയും സമാധാനവും തേടിയ കൃഷ്ണേട്ട ഞാൻ ഈ ആശ്രമത്തിലേക്ക് വന്നത്. നിന്റെ മനസ്സിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുകയാണ് വേണ്ടത്. ഗുരുജിയുടെ ആശ്രമത്തിൽ അല്പം സമാധാനം കിട്ടുമെന്ന് കരുതി വന്നതാ. അഖിലയ്ക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് തുറന്നു പറഞ്ഞോളൂ. എന്നിട്ട് അത് പരിഹരിക്കാനുള്ള വഴികൾ നമുക്ക് കണ്ടെത്താം. അഖില, ഞാൻ ഓടി വന്നത് എനിക്ക് തന്നെത്താൻ പരിഹരിക്കാൻ പറ്റാത്ത ഒരു മാനസിക വിഭ്രാന്തിയോടുകൂടിയാണ്. ദാസിന്റെ മരണവാർത്ത എന്നെ ആകെ ഉലച്ചു കളഞ്ഞു. അതിനിടയ്ക്ക് നീയും കൂടെ ഇങ്ങനെയായ എന്താ ഞാൻ ചെയ്യേണ്ടത്? എല്ലാം എന്റെ തെറ്റാ കൃഷ്ണേട്ട. കുറ്റബോധം കൊണ്ട് എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അഖില, തൃച്ചംബരത്തിന്റെ പാരമ്പര്യവും കുലമഹിമയും ഒക്കെ പറഞ്ഞ് ഞാൻ തൃച്ചംബരത്ത് നിന്ന് എന്റെ മകനെ പടിയിറക്കി വിട്ടു. അവന്റെ കഴിവുകൾ കൊണ്ടുകൂടി വളർന്നു പന്തലിച്ച ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും യാതൊരു ദയയും കൂടാതെ ഞാൻ അവനെ ഇറക്കി വിട്ടു. അഖില, എന്തൊക്കെ നീ പറയുന്നത്? നീ തന്നെയാണോ സംസാരിക്കുന്നത്? അതെ കൃഷ്ണേട്ട, ഞാൻ നീറുകയാ, പശ്ചാത്തപിക്കുകയാ. എന്റെ കുഞ്ഞിനോടും അവൻ കല്യാണം കഴിച്ചവളോടുള്ള വൈരാഗ്യം തീർക്കാൻ സ്വന്തം നാട്ടിൽ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരുന്ന ആ പാവം ദാസേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി. ഞാൻ വിളിച്ചു വരുത്തിയില്ലായിരുന്നെങ്കിൽ പാവം മരിക്കില്ലായിരുന്നു. എനിക്കെന്റെ കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു ദാസേട്ടൻ. അറിഞ്ഞോ അറിയാതെയോ ദാസേട്ടനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഞാനാണ്. അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ദാസേട്ടൻ മരിച്ചത് കാർ ആക്സിഡന്റില്ല. ആന്റിയുടെ ദുഃഖം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. പക്ഷെ ദാസേട്ടന്റെ സമയമായി, അങ്ങനെ കരുതിയാ മതി. അഖില, മനുഷ്യ ജീവിത കഥയുടെ രചയിതാവ് സാക്ഷാൽ ജഗദീശ്വരനാണ്. മനുഷ്യജീവിത കഥകളെല്ലാം ചെന്നവസാനിക്കുന്നത് മരണത്തിലേക്കാണ്. ജനന മരണങ്ങൾക്കിടയിലുള്ള ഇഹലോക ജീവിതത്തിലേക്ക് എല്ലാവരെയും പോലെ ഒരു അതിഥിയായി ദാസും വന്നു. ദാസിന്റെ കഥ അവസാനിച്ചു. ദാസ് തിരികെ പോയി, അത്രയേ ഉള്ളൂ. എന്നാലും
അതിനൊരു നിമിത്തമായത് ഞാനാണെന്ന് ഓർക്കുമ്പോ അഖില, അച്ഛന്റെ മരണത്തിൽ തളർന്നിരിക്കുന്ന കല്യാണിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാൻ ഔട്ട് ഹൗസിൽ ചെന്നതാ. എന്നിട്ട് തെറ്റാർക്കും പറ്റാം. അത് തിരുത്താനുള്ള വലിയ മനസ്സ് കാണിക്കണം. ആ വലിയ മനസ്സ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്കില്ല. ഈ വന്നിരിക്കുന്നത് എന്റെ അമ്മയല്ല. ആട്ടിൻ തോലിട്ട ചെന്നായിയെ പോലെ വന്ന് തിരിച്ചു പോകുമ്പോ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്ക്. പരസ്പരം കൂട്ടിയടിപ്പിച്ച് ഒന്ന് ചത്തു വീഴുമ്പോ അതിന്റെ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന കുറുക്കന്റെ മുഖം പ്രതിബിംബമായി കാണാം. എല്ലാത്തിനും ഞാനാണ് കാരണക്കാരി. എന്റെ ഈഗോ, എന്റെ ദുർവാശി. എനിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം തൃച്ചംബരത്തേക്കില്ല. അഖില, എന്താ ഇത്? നീ ഞങ്ങളുടെ കൂടെ വാ. ആന്റി, അമ്മേ വാ, നമുക്ക് പോവാം. ഈ മാനസികാവസ്ഥയിൽ നിന്ന് ഞാനൊന്ന് കരകയറട്ടെ. അതുവരെ നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടൂ. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ തൃച്ചംബരത്തേക്കില്ല. ആനന്ദ് അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ വിഷമമാണ് അഖിലയ്ക്ക്. മകനു വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയായിരുന്നു അഖിലാണ്ടേശ്വരി. മകൻ പെട്ടെന്ന് ആട്ടിയിറക്കി വിട്ടപ്പോ ആ മനസ്സിനത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും അത് മാറാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ നിർബന്ധിക്കണ്ട. ശരി, നിർബന്ധിക്കുന്നില്ല. ഏതായാലും എനിക്ക് എന്റെ മരുമകളെ കണ്ട് ഒരാശ്വാസവാക്കെങ്കിലും പറയണം. ഞാൻ പോയിട്ട് വരാം. അതിനിടയിൽ അഖില തൃച്ചംബരത്തേക്ക് മടങ്ങി വരും. ഗുരുജി നോക്കൂ, എനിക്കറിഞ്ഞൂടെ എന്റെ ഭാര്യയെ. ശരി, വന്നേ. വാ. സ്റ്റേഷനിൽ നിന്നാ? മനസ്സിലായി. ആക്സിഡന്റ് കേസിന്റെ നടപടിക്രമങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി മരണപ്പെട്ട ആളിന്റെ ഡ്രസ്സും മറ്റും അതിന്റെ അവകാശികളെ ഏൽപ്പിക്കാൻ വന്നതാ. ദാ, വാങ്ങിച്ചോളൂ. ദേ, ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. ദാ ഇവിടെ. ശരി. ആ, വണ്ടി എടുത്തോളൂ.